ഹായ്, വെൽക്കം ടു സീബൽ ഇംഗ്ലീഷ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാം, സിമ്പിൾ പ്രസന്റ് വെച്ചിട്ട് എങ്ങനെ സംസാരിക്കാം എന്ന് പഠിച്ചു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് നമ്മൾ താൽക്കാലികമായിട്ട് ചെയ്യുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇത് നമുക്ക് ഇംഗ്ലീഷിൽ പറയണ്ടേ. അതായത് നീ ഇപ്പൊ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവൻ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതിനൊക്കെ ഉത്തരങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിലെ രണ്ടാമത്തെ ടെൻസ് ആണ്. അതായത് വർത്തമാനകാലത്തിലെ ടെൻസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ടെൻസിന്റെ ഫോർമാറ്റ് വന്നത്, അതായത് അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ അല്ലെ. സബ്ജക്റ്റിന് അനുസരിച്ചിട്ട് നമുക്ക് ഈസ് ചേർക്കാം, ഐ ആണെങ്കിൽ ആം ചേർക്കാം, ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് ആറ് ചേർക്കാം. ഇത് മൂന്നും ഓപ്ഷനായി എടുത്ത് പ്ലസ് വെർബിന്റെ ING രൂപം, നമ്മൾ എന്ത് ആക്ഷൻ ആണോ പറയുന്നത് അതിന്റെ ING രൂപം, വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഈ രീതിയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻസ് പറയേണ്ടത്. ഉദാഹരണം നോക്കൂ, നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ നമ്മൾ പറയും ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതെങ്ങനെ പറയണം? ഐ ആം റീഡിങ് എ ബുക്ക്. ഐ ആയതുകൊണ്ടാണ് ആം യൂസ് ചെയ്തത്. ഞാൻ ആകുന്നു, എന്താകുന്നു? വായിക്കുകയാകുന്നു. ഐ ആം റീഡിങ് എ ബുക്ക്. ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇനി അവൻ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അപ്പൊ നമ്മൾ പറയും അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. അവൻ അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈസ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആം വെച്ചിട്ടുള്ള നമ്മൾ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇനി ആറാണെങ്കിലും ആർ, അവരവിടെ വായിച്ചു കൊണ്ടിരിക്കുന്നു. ദേ ആർ റീഡിങ്. ദേ ആർ റീഡിങ്. ശ്രദ്ധിക്കുന്നുണ്ടാവും, ദേ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആറാണ് ചേർത്തത്. പ്ലസ് റീഡ് എന്നുള്ളതിന്റെ ING രൂപമായിട്ടുള്ള റീഡിങ് എന്നുള്ള വാക്കാണ് അല്ലെങ്കിൽ വെർബാണ് യൂസ് ചെയ്തത്. ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. നീ ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഐ ആം ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ആം ഹാവിങ് അല്ലെ, കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതിന് ഹാവിങ് എന്ന് പറയാറുണ്ട്. ഐ ആം ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സിമ്പിൾ പ്രസന്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ സിമ്പിൾ പ്രസന്റിലാണ് പറയുക. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പറയാറുണ്ട് അല്ലെ. നമ്മൾ എന്താണ്, ഞാൻ പതിവായിട്ട് ചായയാണ് കുടിക്കാറുള്ളത്, പക്ഷെ ഞാൻ ഇന്ന് കാപ്പിയാണ് കുടിക്കുന്നത്. അപ്പൊ രണ്ട് കാലങ്ങളും അതിൽ വന്നു. ഒരു പതിവായി ചെയ്യുന്ന കാര്യവും അതുപോലെ താൽക്കാലികമായി ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷനും അവിടെ വന്നു. ഇത്തരത്തിലുള്ള സെന്റൻസുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ പതിവായി പറയുന്ന കാര്യങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലും രണ്ടാമതായി നമ്മളിപ്പോൾ തൽക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും പറയാം. അപ്പൊ അതിന് ഒരുപാട് ആലോചിക്കുകയൊന്നും വേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു നോക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഓൾവേസ് വിയർ സാരി. ഐ ഓൾവേസ് വിയർ സാരി. ഞാൻ എല്ലായ്പ്പോഴും സാരിയാണ് ധരിക്കാറുള്ളത്. ബട്ട് ടുഡേ ഐ ആം വിയറിങ് ചുരിദാർ. ബട്ട് ടുഡേ ഐ ആം വിയറിങ് ചുരിദാർ അല്ലെ. സിമ്പിൾ പ്രസന്റിൽ നമ്മളൊരു പതിവായി ചെയ്യുന്ന കാര്യം പറഞ്ഞു, എന്നിട്ട് ബട്ട് എന്നതിന് ശേഷം നമ്മൾ പറയാണ് ഐ ആം, ടുഡേ ഐ ആം വിയറിങ് ചുരിദാർ അല്ലെ. ഐ ആം വിയറിങ്, ഐ ആം പ്ലസ് ING പ്ലസ് വെബ് ഒബ്ജക്റ്റ് ആണ് വന്നത്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന തൽക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻസ് നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, വീണ ജനറലി ഗോസ് ടു കോളേജ് ബൈ ബസ്. വീണ എന്താണ്, പതിവായിട്ട് കോളേജിൽ പോകുന്നത് ബസ്സിലാണ്. വീണ ജനറലി ഗോസ് ടു കോളേജ് ബൈ ബസ്. അത് അവൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളത് സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞത്. ഇനി നമ്മൾ അവൾ തൽക്കാലമായിട്ട് എന്ത് ചെയ്തു? ബട്ട് ടുഡേ ഷീ ഈസ് ഗോയിങ് ഓൺ ഫുട്ട്. ബട്ട് ടുഡേ ഷീ ഈസ് ഗോയിങ് ഓൺ ഫുട്ട്. പക്ഷെ ഇന്ന് അവൾ നടന്നിട്ടാണ് പോയത്. അത് താൽക്കാലികമായിട്ടുള്ള ഒരു ആക്ഷനാണ്, അല്ലെങ്കിൽ അത് ഇപ്പോൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനാണ്. അത് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു രണ്ട് ടെൻസും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടെൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം, ഏത് സന്ദർഭത്തിലാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടതെന്നാണ് കാര്യമായിട്ട് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണേ.